കാറ്റത്തെ കിളിക്കൂടി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധിയാണെങ്കിൽ സുഭാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സുനന്ദ എന്തായാലും നമുക്കൊരു വീട് കാണിച്ചു തന്നിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് മാറി താമസിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് സുഭാഷ് പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ അവരെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ല, നമുക്ക് അങ്ങനെയൊന്നും പോവേണ്ട കാര്യമില്ല, വേറെ എവിടെയെങ്കിലും നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ശാന്തിനി ഈ വീട്ടിലാണെങ്കിൽ വന്ന് കയറിയപ്പോൾ തന്നെ പറയുന്നുണ്ട് ഭാസ്കരൻ, എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യണം, ഇത്രത്തോളം വലിയൊരു സന്തോഷമായിരിക്കുന്ന ദിവസമായിന്ന്. എത്രത്തോളമായിരുന്നാലും സുഭാഷിൻ്റെ പെണ്ണായിട്ട് ആദ്യമായിട്ട് പടികടന്ന് വരാൻ വേണ്ടി വരുന്ന കുഞ്ഞായിട്ട് എനിക്ക് ഇപ്പോൾ കരുതുന്നു എന്ന് പറയുന്നുണ്ട് ഭാസ്കരൻ. ഇത് കേട്ടിട്ട് നിധി പറയുക, എനിക്കും തോന്നുന്നു എന്തായാലും സുഭാഷിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് ഈ നിധിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എനിക്ക് സുഭാഷിൻ്റെ നിധിയായിട്ട് ഞാൻ കാണുന്നത് ഈ ചാന്ദിനിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു നിധി കിട്ടിയെന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് സുഭാഷിന് ഒരു പെണ്ണ് കിട്ടിയെന്ന് തന്നെ പറയാം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ടിട്ട് സുധീഷ് പറയുക, എത്രയായിരുന്നാലും അവളെ ഈ വീട്ടിൽ കൊണ്ടുവരാൻ തോന്നിയത് ആ ചേട്ടൻ്റെ ഇഷ്ടം കൊണ്ട് മാത്രമാണ്, അതുകൊണ്ട് നമുക്ക് തടസ്സമൊന്നും നിൽക്കണ്ട, എത്ര നാൾ വേണമെങ്കിലും ഇവിടെ താമസിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ചാന്ദിനിയുടെ വീട്ടുകാർ വന്ന് ബഹളം വയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്കിവിടെ നിൽക്കുന്നത് ശരിയുള്ള കാര്യമല്ല. അങ്ങനെയാണ് നിധിയും സുഭാഷും കൂടെ വേറെ വീട് അന്വേഷിക്കാൻ വേണ്ടി നടക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ മാറി താമസം തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ താമസിക്കുന്ന സ്ഥലം ഇതാണെന്ന് സുധീഷ് കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്തേക്കാണ് അവർ മാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ ഒരു വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ മാറണമെന്ന് സുഭാഷ് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഭയങ്കര സന്തോഷത്തോടെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചാന്ദിൻ്റെ അടുത്ത് സുധീഷ് പറയുന്നുണ്ട്, ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഞാനെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങളെ അനിയന്മാരെ പോലെ കരുതിയാൽ മതി, സുഭാഷ് ചേട്ടൻ ഞങ്ങളെ മൂത്ത ചേട്ടനാണ്, അതുകൊണ്ട് ഞങ്ങളെ അനിയന്മാരാ കേട്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും ആദ്യം മനസ്സിലായില്ല, പിന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിധി കറക്റ്റായിട്ട്. ശരിയെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട് ചാന്ദിനി ആ സമയത്ത്. അങ്ങനെയാണെങ്കിൽ അവരെല്ലാവരും കൂടെ യാത്ര തിരിക്കുകയാണ്. പോയി ആദ്യമായിട്ട് ആ വീട്ടിലേക്ക് വന്നിറങ്ങുമ്പോഴത്തേക്കും എല്ലാവരും അതിശയത്തോടെ നോക്കുന്നത്, ആദ്യം കാണുന്നത് അവിടെ നമ്മുടെ എല്ലാമായ സുനന്ദയായിരുന്നു. എന്നാൽ സുനന്ദയെ ആദ്യം കണ്ടപ്പോൾ തന്നെ സുഭാഷിന് ഒരു ചമ്മലും അതുപോലെ തന്നെയാണ് ഒരു സങ്കടഭാവം ഉണ്ടായി. ഇതൊന്നും വക വയ്ക്കേണ്ട കാര്യമില്ല എന്ന് സുധീഷ് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് താമസിക്കാൻ ഒരിടം, അത് മാത്രമേ ഞാനിപ്പം കരുതുന്നുള്ളൂ, അതുകൊണ്ട് ചേട്ടൻ വിഷമിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതൊന്നും ഇപ്പോൾ വിചാരിക്കുന്നില്ല. അങ്ങനെ എല്ലാവരും കൂടെ ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് അമ്മായി അവിടെ ഉണ്ട്. അമ്മായി ചോദിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, നിങ്ങൾ ആരാ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അത് ഞങ്ങൾ വന്നത് ഞങ്ങളൊരാവശ്യത്തിനാണ്, ഞങ്ങളൊരു വീട്ടിൽ താമസിക്കാൻ വന്നു, നിങ്ങളിവിടെ താമസിക്കുന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഹരീഷൊക്കെ. അങ്ങനെ ഹരീഷ് പറയുക, ഞങ്ങളാണെങ്കിൽ താമസിക്കാൻ വീടെടുത്ത് വന്നതാ, അവിടെ നിങ്ങളടുത്തുണ്ടെന്നോ നിങ്ങളിവിടെ താമസിക്കുന്നതെന്നോ ഞങ്ങൾ അറിയേണ്ട കാര്യമില്ല, ഞങ്ങൾ അന്വേഷിച്ചിട്ടല്ല ഞങ്ങൾ വന്നത്, ഞങ്ങൾക്ക് ആവശ്യത്തിനാണ് ഞങ്ങൾ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആയപ്പോഴത്തേക്കും അമ്മായി പറയുന്നുണ്ട്, എവിടെയായിരുന്നാലും ജീവിക്കാൻ അനുവദിക്കില്ല, നിൻ്റെയൊക്കെ തല കണ്ടേ പിന്നെ ഞങ്ങൾ നാശം തുടങ്ങിയത് എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ മോളുടെ കല്യാണം വരെ നീ കാരണം ഇങ്ങനെയൊക്കെ ആയത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് പറയുക, എങ്ങനെയായി, എന്തായാലും നല്ല രീതിയിലല്ലേ ജീവിക്കുന്നത്, പിന്നെ എന്തിനാണ് നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത്, എന്നാലും അവൾക്കാദ്യം ഇഷ്ടമില്ലാത്ത ഒരു കല്യാണമായി തീരണമെങ്കിൽ അത് നീ ഉള്ളതുകൊണ്ട് മാത്രമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് പറയുക, ഇനി നിങ്ങളെ മോളെ ഞങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങളെ മോളെ കല്യാണം കഴിഞ്ഞല്ലോ, ഇനി ഞങ്ങളെ നോക്കുന്നത് ഞങ്ങളെ ചേട്ടത്തിയായിട്ട് വരാൻ പോകുന്ന ആളാണ് ഈ ചാന്ദിനി, മനസ്സിലായല്ലോ, എൻ്റെ കല്യാണം കഴിഞ്ഞതുപോലെ ഇനി അടുത്ത് സുഭാഷിൻ്റെ കല്യാണം നടക്കാൻ പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം ആക്ഷേപിച്ചോ അതിനകത്ത് ഇരട്ടിയായിട്ട് ഇപ്പം ഞങ്ങൾക്ക് എല്ലാ രീതിയും കൊണ്ട് നല്ല ജീവിതം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് അമ്മായി പറയുക, എന്തോ വിവരമില്ലാത്ത ആയിരിക്കും അതല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. വിവരമില്ലാത്തത് നിങ്ങൾക്കാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം, അതുകൊണ്ട് വിവരത്തിൻ്റെ കണക്കൊന്ന് ഇങ്ങോട്ട് വിവരിക്കണ്ട എന്ന് ഹരീഷ് പറയുന്നുണ്ട്.
ആ സമയത്ത് ഹരീഷിനൊരു ഫോൺ വരുന്നുണ്ട്. കുറേ ദിവസമായല്ലോ എന്നെ കാണാൻ വന്നിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നീതു വിളിക്കുന്നുണ്ടായിരുന്നു. നീതിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഭയങ്കര സന്തോഷത്തിലുമാണ്. എന്തായാലും സുഭാഷ് ചേട്ടൻ്റെ ഒരു കാറിൽ വെച്ച് നിങ്ങൾ അവിടുന്ന് മാറി താമസിക്കുന്നതൊക്കെ ഏറ്റവും നല്ല കാര്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരു കല്യാണം കഴിച്ചിട്ട് മാത്രമാണ് ഇങ്ങോട്ട് വരേണ്ടത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആയിരിക്കുകയാണ് നീതി പറയുക, നമുക്ക് എല്ലാവർക്കും കൂടെ വീടൊക്കെ നോക്കാം ആദ്യം കയറി. അങ്ങനെ വീടൊക്കെ കയറി നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഒരു ചായയൊക്കെ ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. സുഭാഷാണ് ഇട്ടുകൊണ്ട് വന്നത്. ആ സമയത്ത് സുഭാഷ് പറയുക, ഞാനിട്ട ചായ ഇഷ്ടപ്പെട്ടോ ശാന്തിനി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും എൻ്റെ പാചകത്തിനെ കുറിച്ച് കുറ്റമൊന്നും നീ പറയില്ല. അപ്പോഴത്തേക്കും സുധീഷ് പറയുക, അങ്ങനതൊന്നും പറയില്ല. എന്തായാലും ഇനി ചേട്ടത്തിക്ക് എല്ലാം ഉണ്ടാക്കി തരുന്ന ചേട്ടനായിരിക്കും എന്ന് പറഞ്ഞ് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കരുത്, പിന്നെ ചാന്ദിനെ സഹായിക്കുകയൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം ചായയൊക്കെ കുടിച്ച് അപ്പോഴത്തേക്കും ഭാസ്കരൻ പറയുന്നുണ്ട്, നീ ആണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാ രീതിയും കൊണ്ടും ഞങ്ങളിപ്പോൾ വീട്ടിലാണെങ്കിൽ വളരെ സന്തോഷത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ നിങ്ങളുടെ കൂട്ടത്ത് വന്നത് ചെയ്തത്. ഇനി ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർമ്മിച്ചിരിക്കണം. ഇനി എത്ര വഴക്കുണ്ടായിട്ടോ എന്തോന്ന് ഇതായിരുന്നാലും ഇവരെ കല്യാണം നമുക്ക് പെട്ടെന്ന് നടത്തണം. എങ്കിലും അവളെ വീട്ടുകാർ വന്നിരുന്നാലും ഒരു പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് ദൂരം മാറി താമസിക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആദ്യം അതാണ് മനസ്സിൽ വിചാരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് സുധീഷ് പറയുക, ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചത്. പക്ഷേ ഇവിടെ താമസിച്ച് അവരെതിരെയൊക്കെ മനസ്സിലാക്കട്ടെ, എന്നിട്ട് മതി കല്യാണം. പരസ്പരം മനസ്സിലാക്കി ഇഷ്ടപ്പെടട്ടെ, എന്നാലേ ഒരു കല്യാണം നടത്താൻ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവത്തില്ലേ എന്ന് എന്നെ പറയുന്നുണ്ട്. ആ സമയത്ത് പറയുക, എന്തായാലും പോലീസ് കേസ് വന്നിരുന്നാലും അവൾക്ക് ഇഷ്ടമില്ല എന്ന് പറയരുത്. അതുകൊണ്ട് സുഭാഷിനെ ചാന്ദിനിക്ക് ഇഷ്ടപ്പെടണം. ആ രീതിയിൽ കൊണ്ടുവരേണ്ടത് നമ്മളൊരു ഇതൂടെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെയാണ് അവരുടെ അടുത്ത് നമുക്ക് ചാന്ദിനിയുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം. അങ്ങനെ ഇരിക്കുകയാണ് സുഭാഷും നിധിയും എല്ലാവരും കൂടെ അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ചാന്ദിനി വീഴാൻ പോകുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് സുഭാഷ് ചാന്ദിനെ ഇങ്ങനെ പിടിക്കുക, കയ്യിലിങ്ങനെ പിടിക്കുന്ന കണ്ടിട്ട് ഉടനെ തന്നെ സന്തോഷം കൊണ്ട് നോക്കുന്നത് സുനന്ദയായിരുന്നു. തിരിഞ്ഞു നോക്കിയതും സുനന്ദയ്ക്കും സന്തോഷം. കാരണം സുഭാഷിന് ഒരു കല്യാണം നടത്തണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ട്. തനിക്ക് കല്യാണം കഴിഞ്ഞിട്ടും സുഭാഷ് കല്യാണം കഴിയാതെ നിൽക്കുന്നത് കൊണ്ട് സുനന്ദയ്ക്ക് ഭയങ്കര വിഷമോ. അതുകൊണ്ട് എപ്പോൾ കണ്ടാലും പറയും ഒരു കല്യാണം കഴിക്കണമെന്ന്. പക്ഷേ ഒന്നും റെഡിയാവാത്തത് കൊണ്ടാണ് ഇതുവരെയും മിണ്ടാതെ നടന്നത് എന്ന് സുഭാഷ് സുനന്ദയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് ചാന്ദിനിക്ക് ഭയങ്കര സന്തോഷമാവുകയും ചെയ്യുന്നത്. എന്തായാലും നല്ലൊരു കുട്ടിയാണ്, അത് സുഭാഷേട്ടന് ചേരുകയും ചെയ്യും. എന്താ ചോദിച്ചാലും സുഭാഷേട്ടൻ പൊന്നുപോലെ നോക്കുകയും ചെയ്യും എന്ന് ചാന്ദിനി അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷാണെങ്കിൽ തിരിഞ്ഞ് ചാന്ദിനിയെ നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അതിൽ തന്നെ ഇഷ്ടമുണ്ടെന്ന് ചാന്ദിനി അടുത്ത് സുനന്ദ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സുനന്ദയ്ക്ക് അതുപോലെ തന്നെ സുഭാഷിൻ്റെ അടുത്ത് ഇഷ്ടം തോന്നുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇരുന്നപ്പോഴത്തേക്കും നിധിയും ഭാസ്കരൻ എല്ലായിടത്തും പറയുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും ക്ഷേത്രത്തിലേക്ക് പോകണം. ഇവിടെ ഒരു അടുത്ത് നല്ലൊരു ക്ഷേത്രമുണ്ട്, അവിടെ നമുക്ക് എല്ലാവർക്കും പോകണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ രാവിലെ റെഡിയാവാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രാവിലെ തന്നെ അവരുടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് എല്ലാവരും കൂടി പോവുകയാണ്. പോയിട്ട് ഇരിക്കുമ്പോഴത്തേക്കുമാണ് അവിടെ വെച്ച് പറയുന്നത് ചാന്ദിനി സുഭാഷിൻ്റെ അടുത്ത്. എല്ലാവരും പറയുന്നുണ്ട് സുഭാഷിൻ്റെ കാര്യം. പക്ഷേ എനിക്ക് ഇതുവരെ ഒന്നും അറിയില്ലല്ലോ, ജോലി സൈറ്റിൽ വെച്ചുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. എന്തായാലും എനിക്ക് നിങ്ങളെ എല്ലാവരെയും ഒരുപാട് ഇഷ്ടപ്പെട്ടു, നിങ്ങളെ കുടുംബത്തെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കണ്ടിട്ട് സുഭാഷ് പറയുക, എനിക്ക് മനസ്സിലായി നിൻ്റെ കാര്യമെല്ലാം, അവരെന്തൊക്കെയാണ് പറഞ്ഞു തന്നെ എന്ന് സുധീഷിൻ്റെ അടുത്ത് ചോദിക്കാം ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട് ചാന്ദിൻ്റെ അടുത്ത്. എൻ്റെ അടുത്ത് അവരൊന്നും പറഞ്ഞില്ല, പക്ഷേ എനിക്ക് ഈ മനസ്സറിയാം എന്ന് ചാന്ദിനി പറയുന്നുണ്ട്. ഇത് കണ്ട് ഒരു ചെറു പുഞ്ചിരിയോടെ സുഭാഷ് ഇരിക്കുകയാണ്. അങ്ങനെ നിധിയും സുഭാഷും എല്ലാവരും കൂടെ കളിയാക്കുന്നുണ്ട് സുഭാഷിനെ. അതും ചാന്ദിനിയെ വെച്ച് തന്നെ. അപ്പോഴത്തേക്കും സുനന്ദ പറയുന്നുണ്ട് നിധിയുടെ അടുത്ത്, എന്തായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ നടന്നിരിക്കുക. എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ സുഭാഷിനെ കല്യാണം കഴിക്കണമെന്ന് ഒരാഗ്രഹം എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞതുപോലെ തോന്നിയതാണ്.
പക്ഷേ ഇപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട് സുഭാഷിൻ്റെ കല്യാണം നടക്കും. അത് ഈ കുട്ടിയായിട്ട് തന്നെ എൻ്റെ മനസ്സെനിക്ക് പറയുന്നു ഇപ്പോൾ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് നിധി പറയുക, ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് സുഭാഷിൻ്റെ കല്യാണം തന്നെയാണ്. എന്തു വെച്ചാലും ഇത് നടന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്കെല്ലാവർക്കും ഞാനൊരു പാർട്ടി തരും. അതിൽ വലിയച്ഛനെ എല്ലാവരെയും ഞാൻ ഏർപ്പാട് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് സുനന്ദയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് സുഭാഷിൻ്റെ അടുത്ത്, ഞാനാണെങ്കിൽ എത്രത്തോളം ബേക്കി നടന്നിട്ടും എൻ്റെ അടുത്ത് ഇഷ്ടമെന്നൊരു വാക്ക് തിരിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നുണ്ട്, ഈ ഇഷ്ടം തുറന്നു പറയേണ്ട അവസരങ്ങൾ ഇപ്പോഴും ഉണ്ട്. എൻ്റെ അടുത്തല്ല, അത് ആ ചാന്ദിനിയുടെ അടുത്ത്. നല്ല കുട്ടിയാ, ചേരുന്ന കുട്ടിയാ. എന്തായാലും കല്യാണം കഴിക്കണം. ഇത്രത്തോളം ആയില്ലേ, എന്തായാലും ആ കുട്ടിക്ക് ആലോചിച്ച കല്യാണം ഇഷ്ടമില്ലല്ലോ. അതുകൊണ്ട് ഈ കല്യാണം തന്നെ നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ അവർ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് ഭാസ്കരൻ പറയുക, ഓരോ കാര്യത്തിലും ഞാനാണെങ്കിൽ എപ്പോഴും എൻ്റെ മക്കളെ വഴക്കും പറയുകയും അതുപോലെ തന്നെ എന്നെ വകവയ്ക്കാതെ നടന്നവരാണ് ഇവരെല്ലാവരും. പക്ഷേ അതിനൊരു മാറ്റം വന്നത് തന്നെ നിധിയുടെ വരവോട് കൂടിയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നിധിയുടെ വരവോട് കൂടി എല്ലാത്തിനും ഒരു മാറ്റം. കല്യാണമായിരുന്നാലും ശരി, അതുപോലെ തന്നെ വീട്ടിലെ സന്തോഷത്തിനായിരുന്നാലും ഒരു കുറവുമില്ല. അതിന് എല്ലാത്തിനും കാരണം നിധി തന്നെയാണ്. ഇവരൊക്കെ എന്ത് പറഞ്ഞിരുന്നാലും ഞാൻ ഒരാൾ മാത്രം പറഞ്ഞാൽ ഒന്നും മിണ്ടില്ല, അനുസരിക്കും. അത് നിധിയാണ് എന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. സുനന്ദയെടുത്ത് ഭാസ്കരൻ പറയുക, മോളെ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ അവളല്ലേ കാരണം, നിൻ്റെ അനിയത്തി. അവളാണെങ്കിൽ സ്വത്ത് മാത്രം കണ്ടുകൊണ്ടിരിക്കുക. എന്തായാലും സ്വത്തിന് മാത്രം ഒരു പ്രാധാന്യം കൊടുക്കരുത്. എന്തായാലും സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കുന്ന ദിവസം അവൾ വരും. കൂടപ്പിറപ്പുകളെയും അതുപോലെ തന്നെയാണ് എല്ലാവരെയും കൂടെ അടുപ്പിക്കാൻ നോക്കിയിട്ട് ഇപ്പോൾ എല്ലാ സ്വത്തുക്കളും ഒരുമിച്ചെടുക്കാൻ വേണ്ടി നോക്കുകയല്ലേ. എന്തായാലും അതൊരിക്കലും നടക്കില്ല. ഞങ്ങളാണെങ്കിൽ അത് വിട്ടുകൊടുക്കുകയില്ല. എത്രയായിരുന്നാലും അർഹതപ്പെട്ടവർക്ക് തന്നെ അത് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് കൂടുതലൊന്നും ഇനിയൊന്നും കാണിക്കരുതെന്ന് നീ പറഞ്ഞ് മനസ്സിലാക്കണം നിൻ്റെ അമ്മയൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് സുധീഷ് പറയുക, ഇനി ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട, നമുക്ക് ഇനി വേണ്ടത് സുഭാഷിൻ്റെ കല്യാണത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. എന്തു വെച്ചാൽ ഇവിടുന്ന് പോകുമ്പോൾ തന്നെയാണ് താലി കെട്ടിയിട്ട് വേണം നമ്മളെ വീട്ടിലോട്ട് തിരിച്ചു പോകാൻ എന്ന് സുധീഷ് പറയുന്നു.